സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അധ്വാനം വൃഥാവായി, അല്ലെങ്കിൽ നമ്മുടെ നീണ്ട വർഷങ്ങൾ പാഴാവുകയും നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് നാം വിഷമിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഓർക്കുക, നമ്മുടെ കർത്താവിന് നിങ്ങളുടെ അധ്വാനത്തിനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളിലെ അവസരങ്ങളും തിരിച്ചു നൽകുവാനും കഴിയും. അങ്ങനെ ദൈവനാമ മഹത്വത്തിനാക്കി മാറ്റുവാനും കഴിയും. ഉദാഹരണം, ബൈബിളിൽ നീണ്ട വർഷങ്ങളോളം അടിമത്തത്തിൽ കഴിഞ്ഞ യോസഫിനെ ഓർക്കുക. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. സമയമായപ്പോൾ ദൈവം യോസഫിനെ ഉയർത്തുവാനിടയായി. രണ്ടാമതായി, 40 വർഷക്കാലം മരുഭൂമിയിലായിരുന്ന മോശയെ ഓർക്കുക. വിദ്യാഭ്യാസം, മഹത്വം, സമ്പത്ത്, അധികാരം, ഈജിപ്തിൻ്റെ രാജ്യത്വം എല്ലാം ഉപേക്ഷിച്ച് നീണ്ട വർഷക്കാലം മരുഭൂമിയിൽ ആടിനെ മേയിച്ച മോശയെ ദൈവം ഉപയോഗിച്ച വഴികൾ എത്ര അത്ഭുതകരമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ നഷ്ടങ്ങളിൽ തകർന്നുപോയ ഇയ്യോബിനെ ഓർക്കുക. പരീക്ഷണങ്ങൾക്കൊടുവിൽ ദൈവം എല്ലാം ഇരട്ടിയായി ഇയ്യോബിനെ തിരിച്ചു നൽകി. ശമൂവേൽ പ്രവാചകനാൽ ചെറുപ്രായത്തിലെ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തനായ ദാവീദ് രാജാവ് കടന്നുപോയ ജീവിതാനുഭവങ്ങൾ ഓർക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അങ്ങയുടെ സന്നിധിയിൽ എളിമയുള്ള ഹൃദയത്തോടെ ഞാൻ വരുന്നു. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട വർഷങ്ങളെയും അവസരങ്ങളെയും, ഞാൻ നടത്തിയ തിരഞ്ഞെടുപ്പുകളെയും വഴിതെറ്റിയ വഴികളെയും തിരിച്ചറിയാതെ പോയ സാധ്യതകളെയും അങ്ങ് അറിയുന്നുവല്ലോ. എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ ക്ഷേമത്തിനായുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയിലും ആശ്രയിച്ച് എൻ്റെ ഖേദങ്ങളും നിരാശകളും അങ്ങയുടെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നഷ്ടപ്പെട്ടതെല്ലാം സുഖപ്പെടുത്തുവാനും പുനഃസ്ഥാപിക്കുവാനും അങ്ങയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആത്മാവിനെ പുതുക്കുവാനും എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും ഒരു പുതിയ പാതയിലേക്ക് ഞാൻ കടക്കുമ്പോൾ എൻ്റെ ചുവടുകൾ നയിക്കുവാനും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ജ്ഞാനത്തോടും പ്രത്യാശയോടും ലക്ഷ്യബോധത്തോടും കൂടി മുൻപോട്ട് പോകുവാനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നൽകണമേ. എൻ്റെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. എനിക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശോഭനമായൊരു ഭാവിയിലേക്ക് ഞാൻ സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ കൃപയും സ്നേഹവും എന്നെ ചുറ്റിപ്പിടിക്കട്ടെ. അങ്ങയുടെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. അങ്ങയുടെ ദയ എങ്കിലേക്ക് വരുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുകയും നഷ്ടപ്പെട്ടതെല്ലാം അങ്ങ് പുനഃസ്ഥാപിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.